അങ്ങനെ ബീഹാർ ബിഗ് ബാറ്റിലിന്റെ വിധി അറിയാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. 8 മണിക്കാണ് വോട്ടെണ്ണൽ തുടങ്ങുക. സുജയ, ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായും NDAക്കൊപ്പമാണല്ലോ. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എക്സിറ്റ് പോളുകൾ തെറ്റിച്ചുകൊണ്ടുള്ള ഫലമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ അത് ഒരു ആത്മവിശ്വാസമായി ഇപ്പോൾ മഹാസഖ്യം പറയുന്നു. പക്ഷേ NDA വളരെ ആത്മവിശ്വാസത്തിലാണ് അല്ലേ? കാരണം ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഗ്രൗണ്ട് വർക്കിന്റെ റിസൾട്ട് ഉണ്ട് എന്നതറിയാം. കാരണം തേജസ്വിയും രാഹുൽ ഗാന്ധിയും നടത്തിയ സെപ്റ്റംബർ 1 പാറ്റ്ന റാലിക്ക് അപ്പുറം എത്രത്തോളം ഇന്ത്യ സഖ്യത്തിന് ആസ് എ പാക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു 20-30% മാത്രമാണ്. ഗ്രൗണ്ട് റിയാലിറ്റി നമ്മൾ നോക്കുമ്പോൾ ആ രീതിയിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബീഹാറിൽ ഉയർന്ന പോളിംഗ് ശതമാനം രണ്ടാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്. രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുതിയ 122 മണ്ഡലങ്ങളിലെ ഉയർന്ന പോളിംഗ് ശതമാനം അതാരെയാണ് തുണയ്ക്കുക? 10,000 രൂപ വീതം തങ്ങളുടെ കൈകളിലേക്ക് എത്തിയത് സ്ത്രീ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടോ? അങ്ങനെ പല ഘടകങ്ങളുടെ ഒരു വിധിയെഴുത്താണ്. അതല്ല, അതിനുമപ്പുറം നിതീഷ് കുമാറിന് എതിരായ ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ പ്രതിഫലിച്ചിട്ടുണ്ടോ? തേജസ്വി സംഘവും അവകാശപ്പെടുന്നത് പോലെ. അതുകൊണ്ട് ഒരു അട്ടിമറി സാധ്യത ഉണ്ടാകുമോ എന്നുള്ള ഒരു പ്രതീക്ഷയും ഒരു ഭാഗത്താണ്. ഈ അതിർത്തി മേഖലകൾ കൂടി വരുന്നുണ്ട്. കുടിയേറ്റം കൂടുതലായി വന്നു എന്ന് പറയുന്ന മേഖലയാണ്. ആ മേഖലകളിലൊക്കെ ആരെയാണ് തുണയ്ക്കുക എന്ന വിഷയമുണ്ട്. കാരണം SIRന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. 45 ലക്ഷം പേർ ഇതിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് തന്നെ പുറത്തായി കഴിഞ്ഞിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇതൊരു ക്ലീൻ സ്ലേറ്റ് ആണ് എന്ന രൂപത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. അപ്പോൾ ആ ക്ലീൻ സ്ലേറ്റിൽ നടന്നിരിക്കുന്ന ബീഹാറിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ്. ആ പോളിംഗ് എന്തിന്റെ സൂചനയാണ് എന്ന് നിർണ്ണയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു പ്രവചനങ്ങളും സാധ്യമല്ലാത്ത പല കാര്യങ്ങളും ബീഹാറിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജാതി രാഷ്ട്രീയത്തിൽ ഊന്നിയതാണ് എന്ന് പറയുമ്പോഴും കുർമി സമുദായക്കാരനായ നിതീഷ് കുമാറിന്റെ സമുദായം വളരെ ചെറിയ ശതമാനം, 2.5% ഉള്ളൂ. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി അയക്കുന്നത് 20ാമത്തെ വർഷമാണ്. NDAയുടെ ഭാഗമായിട്ട് 15 വർഷവും. അപ്പോൾ അതിന്റെ ഒരു വിലയിരുത്തലാകുമോ എന്നുള്ളതും കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളോടൊപ്പം ഇന്ത്യ സഖ്യമായി നേരിടുന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. പിയാ സുനിൽ ആൻഡ് ആദിൽ പാലോട്, ഗുഡ് മോർണിംഗ്. പിയാ സുനിൽ, കണക്കുകൂട്ടലുകളും പ്രവചനങ്ങളും ഒക്കെ ഇനി അങ്ങോട്ട് മാറി മറിയാൻ പോവുകയാണ്. വോട്ടെണ്ണലിലേക്ക് എത്താൻ ഇനി കൃത്യം 1 മണിക്കൂറും 53 സെക്കൻഡും മാത്രമാണ് ബാക്കി, 53 മിനിറ്റ് മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. വോട്ട് എണ്ണി തുടങ്ങുമ്പോൾ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഒരു കൃത്യമായ ഒരു ട്രെൻഡ് അറിയാൻ സാധിക്കില്ലേ? ഗുഡ് മോർണിംഗ് സുജയ, സ്മൃതി. ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിലേത്. ഇത്തവണ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്പോൾ സ്മൃതിയും സുജയും ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ SIRന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് എന്നതാണ്. ഇപ്പോൾ SIR എത്രത്തോളം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ വിവാദമായി എന്നത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം ഒക്കെ തന്നെ വലിയ പ്രക്ഷുബ്ധ കാഴ്ചകളായിരുന്നു. അതിനുശേഷം വലിയ വോട്ടർ അധികാർ യാത്രയൊക്കെ തന്നെ ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. അങ്ങനെ വലിയൊരു രാഷ്ട്രീയ നീക്കമായി SIR പ്രതിപക്ഷം ആകെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായത്. അപ്പോൾ അതിന്റെ ഫലം വരുമ്പോൾ 2 മുന്നണികൾക്കും ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വളരെ നിർണായകമാണ് ബീഹാറിലെ ഇന്നത്തെ വിധി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത് പോലെ NDA സഖ്യം അധികാരം തുടരുകയാണെങ്കിൽ, അധികാര തുടർച്ച നേടുകയാണെങ്കിൽ, നിതീഷ് കുമാർ ബീഹാറിലും ഇന്ത്യയിലും തന്നെ ചരിത്രം കുറിക്കുകയാണെങ്കിൽ അത് പ്രതിപക്ഷം ഈ വോട്ട് ചോരി എന്ന വിഷയം വീണ്ടും ശക്തമായി ഉന്നയിക്കുന്ന രീതിയിലേക്ക് ഇനി പോകുന്നതായിരിക്കും ഇനി കാണുക. കാരണം രാഹുൽ ഗാന്ധിയുടെ നേരത്തെയുള്ള ഒരു വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. H ഫയൽ പുറത്തിറക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഒരുപക്ഷെ ഹരിയാനയിൽ എന്താണോ സംഭവിച്ചത് അത് ബീഹാറിൽ നടപ്പാക്കുകയാണെങ്കിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള ആക്രമണങ്ങളായിരിക്കും ഒരുപക്ഷെ ഇനി കാണാൻ പോകുന്നത്. ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫല സൂചനകൾ ശരിയാവുകയാണെങ്കിൽ. അതല്ല, മറിച്ചാണ് ഒരുപക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകുന്നത് എങ്കിൽ, മഹാസഖ്യം അധികാരത്തിൽ വരുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയാണെങ്കിൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ ചെറുതാകില്ല. കാരണം പ്രതിപക്ഷം കൂടുതൽ കരുത്താർജിക്കും. NDA പാളയത്തിൽ നിൽക്കുന്ന നിതീഷ് കുമാറിന്റെ നിലപാട് മാറ്റം വളരെ പ്രധാനപ്പെട്ടതാകും. ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയം തന്നെ മാറിമറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബീഹാർ കൊണ്ടെത്തിക്കും. അങ്ങനെ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. നമുക്ക് അതിലേക്ക് വിശദമായി വരാം സുനിൽ.